നമസ്കാരം. ഞാൻ എഴുതിയ ഒരു കവിത അവതരിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ്. അത് എത്രത്തോളം വിജയകരമാണ്, അല്ലെങ്കിൽ എത്രത്തോളം സക്സസ്ഫുള്ളാണ് ആവും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മൾ എഴുതിയത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഞാനൊരു ശ്രമം നടത്താണ്. എനിക്കറിയില്ല അത് എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നുള്ളത്. കവിതയുടെ പേര് അവളുടെ വീട് എന്നാണ്. അവളുടെ വീട്. അവളുടെ വീട് ഏതെന്ന ചോദ്യത്തിൽ ഒന്നവൾ പതറിയോ എന്ന് തോന്നി. പിന്നവൾ ചിരിച്ചങ്ങു പോയി. അതെങ്ങനെ ഉത്തരമില്ലാതങ്ങ് പോയതെന്നാലോചിക്കുമ്പോൾ അവൾ തന്നെ പറഞ്ഞു, അച്ഛനും അമ്മയും നിൽക്കുന്നിടമായിരുന്നു ആദ്യ വീട്. പിന്നീടതെപ്പോഴോ മാറി. ഇന്നിപ്പോൾ കുട്ടികളുടെ അച്ഛനും കുട്ടികളും നിൽക്കുന്നിടമായി. പിന്നെയും ഉണർന്നെൻ്റെ സംശയം, ഇതൊന്നുമെന്തേ നിന്റേതല്ലേ? ഉത്തരമപ്പോൾ പിന്നെയും ചെറുചിരി. ഇവരൊന്നുമില്ലാത്തിടം എങ്ങനെ വീടാകും? ആ ചിരിയുടെ അർത്ഥമെന്തെന്നറിയാതെ പകച്ചൊര എന്നെ നോക്കി പിന്നെയും ആ ചോദ്യം ഉന്നയിച്ചവൾ. ഇവരൊന്നുമില്ലാത്തിടം എങ്ങനെ വീടാകും? ഇതിവിടെ അവസാനിക്കുന്നില്ല. നമ്മളുടെ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്. സ്ത്രീകൾ എപ്പോഴും സ്പേസ് എന്ന ആ ഒരു കോട്ടിങ്ങിനുള്ളിൽ ചിന്തിക്കുമ്പോൾ പലപ്പോഴും അവർ ഫീൽ ചെയ്യുന്ന ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എവിടെയാണ്? ഉത്തരങ്ങൾ ഒരുപാടുണ്ടാവാം, പക്ഷെ പലർക്കും ഉറപ്പുള്ള ഒരു ഐഡൻറ്റിറ്റി ഇല്ല എന്ന തോന്നലിൽ നിന്നാണ് ആളുകൾ, അല്ലെങ്കിൽ സ്ത്രീകൾ പ്രത്യേകിച്ചും, ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത്. ഈയിടെയായി വായിച്ചതും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ വരികളിലൂടെ ഞാൻ സഞ്ചരിച്ചത്. ഇവിടെ വീട് എന്ന സങ്കല്പം അത് എവിടെയാണ് എന്നുള്ളതാണ്. വീട് എന്നുള്ളത് ആ ഒരു ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ എന്നതിലല്ല ഇവർ തേടുന്നത്. ഇത് നമുക്ക് എവിടെയാണ് നമ്മളതെന്ന് പറയാൻ പറ്റുന്ന ഒരിടം എന്നതാണ് അവിടെ ചിന്തിക്കുന്നത്. നമ്മളത് എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ അച്ഛനും അമ്മയുമുള്ള അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന സ്ഥലമായിരുന്നു നമ്മളത് എന്ന് നമ്മൾ ചിന്തിച്ചു. കാലാനുസൃതമായി അല്ലെങ്കിൽ പിന്നീട് ഓരോ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലേക്ക് ഓരോ സ്ത്രീയും എത്തിപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിനനുസരിച്ച് അവരുടെ ചിന്താഗതികൾ, അവരുടെ തോട്ട് പ്രോസസ്സിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അങ്ങനെ പലതും നമ്മളെ ഓരോ ഐഡൻറ്റിറ്റിയിലേക്കും നമ്മളെ എത്തിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും സ്ത്രീകൾ അനുഭവിക്കുന്ന ഇത്തരം വിഷയങ്ങളിലൂടെ നമ്മൾ കടക്കുമ്പോൾ നമുക്ക് അവളുടെ വീട് ഏതാണ് എന്ന ചോദ്യത്തിന് പലപ്പോഴും അവൾക്ക് ഉത്തരമില്ലാതാവും. ഇതിൻ്റെ കൂടെ ഒരു 4 വരികൾ കൂടെയുണ്ട്. എന്നിലെ എന്നെ ഞാൻ കാണുന്നിടം എവിടെയൊക്കെയോ, പിന്നെ എൻ്റേതെന്നൊരു വീടെന്തിനാണാവൂ? എനിക്ക് എന്നെ കാണാൻ പറ്റുന്ന ഒരിടമാണ് വീട് എന്ന് പറയുന്നത്, അല്ലാതെ ആ വീടിൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ചല്ല. അപ്പം എനിക്ക് എന്നെ ഞാനായി കാണാൻ കഴിയുന്ന ഒരിടമുണ്ടെങ്കിൽ പിന്നെ വീട് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക സ്പേസ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കണോ എന്നാണ്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്കെങ്കിലും തോന്നാം, വീട് എന്ന് പറയുന്നത് തരുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്. ഓരോ കാലഘട്ടങ്ങളിലും ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ
അതിനെത്രത്തോളം പ്രാധാന്യമുണ്ട്. ഞാൻ ആ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ടല്ല ഇവിടെ സംസാരിക്കുന്നത്. പേഴ്സ്പെക്റ്റീവിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഐഡൻറ്റിറ്റി ക്രൈസിസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഇത് ഈ ഒരു സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എവിടെ എന്നുള്ള നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന ഒരു അവസ്ഥകളിലൂടെ പോകുമ്പോൾ പലരും അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ്. മാനസികമായിട്ട് ദേ ഹാവ് ടു, അതാണ് അവർക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന തോന്നലിൽ നിന്ന് എഴുതിയതാണ്. ഇത് അവതരിപ്പിച്ചത് തെറ്റാണോ അല്ലെങ്കിൽ ശരിയാണോ, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണോ, പ്രൊസീജിയർ എങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്കത് അവതരിപ്പിക്കണം തോന്നി എന്ന് മാത്രം. താങ്ക് യു.